എല്ലാവർക്കും നമസ്കാരം. ഹാബിറ്റസ് പീഡിയയുടെ 10th പ്രിലിംസ് ബൂസ്റ്റർ സീരീസിലെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ടോപ്പിക്കായിട്ടുള്ള അയിരുകളും ധാതുക്കളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു പ്യുവർലി SCERT ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. അവസാനത്തിൽ നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 10th ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ ആയിട്ടുള്ള ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഏതാണ്? 10th ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റർ 6 കേട്ടോ. ഇതിൽ അയിരുകളും ധാതുക്കളും പിന്നെ മെറ്റലർജിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവും. അതാണ് PSC പൊതുവെ ചോദിക്കാറുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ വായിക്കാട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്? പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. എന്താണ്? പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ ധാതുക്കൾ എന്ന് വിളിക്കുന്നു. ഇവയിൽ ലോഹ സംയുക്തങ്ങളും അലോഹ സംയുക്തങ്ങളും കാണപ്പെടുന്നു. മെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാകാം, നോൺ മെറ്റാലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഇനി ഒരേ ലോഹം തന്നെ പലതരം ധാതുക്കളായിട്ട് പ്രകൃതിയിൽ കാണപ്പെടാം. ഇവയിൽ ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ധാതുക്കളിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ സുലഭമായ ധാതുവാണ് കളിമണ്ണ്. ഇതാണ് അലൂമിനിയത്തിൻ്റെ സുലഭമായിട്ടുള്ള ധാതുവാണ് കളിമണ്ണ്. അലൂമിനിയത്തിൻ്റെ തന്നെ വേറെ ധാതുക്കൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റും ക്രയോലൈറ്റും. എന്നാൽ ഇവയിൽ ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. ഇതാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് കോമൺ ആയിട്ട് അലുമിനിയം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടാവണം. ആ ഗുണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സുലഭമായിരിക്കണം, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം, ലോഹാംശം കൂടുതലുള്ളവയായിരിക്കണം, ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം. ഇതൊക്കെയാണ്. ഒന്നുകൂടി നോക്കാം നമുക്ക് ഗുണങ്ങൾ. സുലഭമായിരിക്കണം എന്ന് വെച്ചാൽ അബൻഡൻ്റ് ആയിരിക്കണം ഈ ധാതുക്കൾ. എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം. എന്താണ്? ലോഹത്തിന് അതിൻ്റെ ആ സംയുക്തത്തിലുള്ള അലോഹമായിട്ടുള്ള ഘടകങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ പറ്റണം. ലോഹാംശം കൂടുതലുള്ളവയായിരിക്കണം, മെറ്റാലിക് കണ്ടന്റ് ഹൈ ആവണം. ഉൽപാദന ചെലവ് കുറഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ എക്കണോമിക്കലാവണം, അധികം എക്സ്പെൻസീവ് ആകാൻ പാടില്ല. അപ്പോൾ ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ് അലുമിനിയം നിർമ്മാണത്തിൽ അനുയോജ്യമായ ധാതു ബോക്സൈറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ സുലഭമായിട്ടുള്ള ധാതു കളിമണ്ണാണെങ്കിലും ഏറ്റവും അനുയോജ്യമായിട്ട് എന്താണ്? അലുമിനിയം നിർമ്മാണത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബോക്സൈറ്റ് ആണ്. കാരണം ഈ 4 ഗുണങ്ങളാണ്. ബോക്സൈറ്റ് സുലഭമാണ്, എളുപ്പത്തിൽ അലുമിനിയം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും, അലുമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, ഉൽപാദന ചെലവ് വളരെ കുറവാണ്. ഇനി എന്താണ് ഓറ് അല്ലെങ്കിൽ അയിരുകൾ എന്ന് പറയുന്നത്? ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. എന്താണ്? ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, അതിനെയാണ് ആ ലോഹത്തിൻ്റെ അയിര് അല്ലെങ്കിൽ ഓറ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഓർത്തിരിക്കുക, ഈ 2 ഗുണങ്ങൾ, എളുപ്പത്തിലും ലാഭകരമായും. ഇനി SCERTയിൽ ഈ ഒരു ബോക്സിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ലോഹങ്ങളും അതിൻ്റെ അയിരുകളും. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കുക, കാരണം SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഇതിൽ നിന്നാണ്. നമുക്ക് നോക്കാം. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇതാണ് അലൂമിനിയം ബോക്സൈറ്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഇപ്പോൾ നമ്മളെ അലൂമിനിയത്തിൻ്റെ പെട്ടൊക്കെ ഉണ്ടല്ലോ, അലൂമിനിയത്തിൻ്റെ ബോക്സ്, അങ്ങനെ ഓർത്തിരുത്താൽ മതി. അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ബക്കറ്റ് ബോക്സൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലേ, അത് ഓർത്തിരുന്നാൽ മതി. അലൂമിനിയം ബക്കറ്റ് ബോക്സൈറ്റ്. അപ്പോൾ തന്നെ ബക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് ആൻസർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ബിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ എന്തായാലും. അപ്പോൾ അത് നോക്കുക, അത് ഓർത്തിരിക്കുക, ആ ഒരു ചെറിയ കോഡ്.
ഇനി ഇരുമ്പ് ഏതൊക്കെയാണ്? ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇത് ഓർത്തിരിക്കാനൊരു വഴിയുണ്ട്. ഹാമർ എന്താണ്? ഹാമർ ഇരുമ്പുകൊണ്ടല്ലേ, അപ്പോൾ ഹാമർ. പിന്നെ ഇരുമ്പ് മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മാഗ്നറ്റൈറ്റ്. എന്താണ്? ഇരുമ്പ്, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പ് കൊണ്ട് ഹാമർ ഉണ്ടാക്കും, ഇരുമ്പ് മാഗ്നറ്റിക് ആണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഓർത്തിരിക്കുക. ഇനി അടുത്തത് കോപ്പറിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും കുപ്രൈറ്റും. ഇത് ഓപ്ഷൻ കണ്ടാലേ നമുക്ക് ഏകദേശം മനസ്സിലാവില്ല. എല്ലാത്തിലും കോപ്പറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ് ആണെങ്കിലും കോപ്പർ എന്നുള്ള വേർഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇനി സിങ്ക്. സിങ്കിൻ്റെ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് സിങ്കും കലാമിനും. മാറി മാറി ചോദിക്കും. സിങ്കിൻ്റെ അയിര് ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണെന്ന് ചോദിക്കും. അപ്പോൾ ഒരുപാട് തവണ കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് തവണ 5, 6, 7 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ലോഹവും അതിൻ്റെ അയിരുമാണ് സിങ്കും കലാമിനും. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും മറക്കാണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞുതരാം. മീൻകലം സിംഗിൾ വീണു. എന്താണ്? മീൻകലം സിംഗിൾ വീണു. കലാമിൻ തിരിച്ചിട്ടാണ് മീൻകലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കുക, മീൻകലം സിംഗിൾ വീണു, കലാമിൻ സിംഗിൻ്റെ ഓർ. എന്താണ്? മീൻകലം സിംഗിൾ വീണു. ഓർത്തിരിക്കുക കേട്ടോ, സിങ്കും കലാമിനും. ഇനി ടിന്നിൻ്റെ അയിര് ഏതാണ്? കാസിറ്ററൈറ്റ്, ടിൻസ്റ്റോൺ. എന്താണ്? ടിൻസ്റ്റോൺ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് കാസിറ്ററൈറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സിങ്ക്, കലാമിന്, പിന്നെ ഇരുമ്പിൻ്റെ ആണ് കേട്ടോ, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അലൂമിനിയം. ഏതാണ്? ബോക്സൈറ്റ്. അപ്പോൾ ഈ ഒരു ബോക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. എന്തായാലും പഠിക്കുക. ഇനി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ലോഹങ്ങളും കുറച്ചധികം അയിരുകളുള്ളൊരു ബോക്സാണിത്, ഒരു ടേബിളാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അലൂമിനിയത്തിൻ്റെ ഒരു ഓരോ നമ്മൾ പഠിച്ചു, ബോക്സൈറ്റ്. വേറെ ഏതൊക്കെയാണ്? ഡയാസ്പോറും കവാലിനൈറ്റും. ഇനി അയണിൻ്റെ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ നോക്കിയത്? ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. വേറെ ഏതൊക്കെയാണ്? സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്, ലിമോണൈറ്റ്. അത് ഓർത്തിരിക്കുക. ഇനി കോപ്പറിനെ നമ്മൾ പഠിച്ചു, കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മാലക്കൈറ്റ് എന്ന് പറയുന്നത്, കോപ്പറിൻ്റെ പോർസിൽ. പിന്നെ ഏതാണ്? ആസുറൈറ്റ്. അപ്പോൾ ഇതിൽ കുപ്രൈറ്റും മാലക്കൈറ്റും എന്തായാലും ഓർത്തിരിക്കുക. ഇനി സിങ്ക് നമ്മൾ പറഞ്ഞു, കലാമിൻ അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വേറെ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡ്, അതിൻ്റെ വേറെ പേരാണ് സ്ഫാലറൈറ്റ്, പിന്നെ സിങ്കൈറ്റ്. ഇനി ലെഡിൻ്റെ ഓർത്തിരിക്കുക, ഗലേന. വേറെ ഏതൊക്കെയാണ്? ആംഗ്ലസൈറ്റും സെറസൈറ്റും. ടിൻ നമ്മൾ പറഞ്ഞു, കാസിറ്ററൈറ്റ് അഥവാ ടിൻ സ്റ്റോൺ. ഇനി സിൽവറിന് നോക്കുക, സിൽവർ ഗ്ലാൻസ്, അതിന് വേറെ എന്താ പേര്? അർജൻറ്റൈറ്റ്. പിന്നെ പൈറാർഗറൈറ്റ്, അതിൻ്റെ വേറെ പേരാണ് റൂബി സിൽവർ. പിന്നെ ഉള്ളത് ക്ലോറാർഗറൈറ്റ്, അതിൻ്റെ വേറെ പേരാണ് ഹോൺ സിൽവർ. പിന്നെ സ്റ്റെഫനൈറ്റ്, പ്രോസിറ്റൈറ്റ്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ, മാർക്ക് ചെയ്ത ഓർസൊക്കെ എന്തായാലും ഓർത്തിരിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു ബോക്സെങ്കിലും പഠിക്കുക. ഇത് SCRT കൊടുത്തതാണ്. അപ്പോൾ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇവിടുന്നാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞ കോഴ്സൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്ത രൂപത്തിലാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. എന്ത് കൂടിയ ലോഹങ്ങളാണ്? ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ. എന്താണ് ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ക്രിയാശീലം? ക്രിയാശീലം എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ലോഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെൻഡൻസി ടു റിയാക്ട്, അതിനെയാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുക. റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ എന്താ പറയുക, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസി, അതിനാണ് റിയാക്ടിവിറ്റി എന്ന് പറയുക കെമിസ്ട്രി ടേംസിൽ. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾ സംയുക്ത രൂപത്തിലാണ്, അതായത് കോമ്പൗണ്ട് രൂപത്തിലാണ് പ്രകൃതിയിൽ കാണപ്പെടാറ്. അതായത് അവ ഒറ്റക്ക് ഉണ്ടാവില്ല, വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസായിട്ട് റിയാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എലമെൻ്റായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് രൂപത്തിലാവും അത് പ്രകൃതിയിൽ കാണപ്പെടുക.
അപ്പോൾ ഇവയിൽ നിന്ന് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? 3 ഘട്ടങ്ങളായിട്ടാണ്. അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും. ഈ 3 ഘട്ടങ്ങളെ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് വിളിക്കും. എന്താണ്? ഈ 3 ഘട്ടങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രക്രിയകളെ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് വിളിക്കും. ഇനി ഏതൊക്കെയാണ് മെറ്റലർജിയുടെ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ആദ്യത്തേത് അയിരുകളുടെ സാന്ദ്രണം, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തേത് ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പോൾ അത് ഓർത്തിരിക്കുക, ആദ്യം ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിൻ്റെ സാന്ദ്രത കൂട്ടും. എന്നുവെച്ചാൽ അതിൽ നിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഓറിൻ്റെ കോൺസെൻട്രേഷൻ, ഓറിൽ ആ ലോഹത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. എന്നിട്ട് ആ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്ത മെറ്റലിനെ റിഫൈൻ ചെയ്യും. അപ്പോൾ അതാണ് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽ. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 3 സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഓരോ സ്റ്റെപ്സിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റലർജിയുടെ ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ അയിരുകൾ നമുക്കറിയാം ഭൂവൽക്കത്തിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ മണ്ണ്, മണൽ, അങ്ങനെ ധാരാളം ഭൗമമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ടാവും. ഈ ഭൗമമാലിന്യങ്ങൾ അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗാങ്. അപ്പോൾ ഈ ഗാങ്ങിനെ നീക്കം ചെയ്ത് അയിരിലെ ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം. എന്താണ്? ഈ അയിരുകളിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഗാങ്. ആ ഗാങ്ങിനെ അയിരിൽ നിന്ന് നീക്കം ചെയ്ത് ലോഹാംശം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ്. അയിരിൻ്റെയും ഗാങ്ങിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഇതിനായി വിവിധ മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ അയിരിൻ്റെയും ഗാങ്ങിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ ഓർസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ് മെത്തേഡ്സ് ഡിഫറെൻ്റ് ആവും, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഡിഫറെൻ്റ് ആവും. അപ്പോൾ ആ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അല്ലെങ്കിൽ ലിവൈഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക? അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യും. ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലിവൈഗേഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുന്നു. പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗാങ്ങിനെ അരിച്ചു മാറ്റുന്നു. സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കുന്നു. പൊതുവായി ഓക്സൈഡ് അയിരുകളെയാണ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം വന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രാം. പൊടിച്ച അയിര കണ്ടോ, ഇവിടെ ഈ മുകളിൽ കൂടെ ഈ ഒരു എന്താ പറയുക ടാങ്കിലോട്ട് ഇടും. ഇവിടുന്ന് താഴെ കൂടെ വെള്ളം ഇതിലോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ അയിരിനല്ലേ ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതൽ, അപ്പോൾ ഡെൻസിറ്റി കൂടുതൽ അയിരിനായതുകൊണ്ട് തന്നെ അയിര് താഴെ അടിഞ്ഞു കൂടും. എന്നിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. സാന്ദ്രത കുറഞ്ഞ അല്ലെങ്കിൽ അയിരിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗാങ് പൊങ്ങിക്കിടക്കും, അത് ഇങ്ങനെ അരിച്ചു കളയാൻ പറ്റും മുകളിൽ. അപ്പോൾ അതാണ് നോക്കുക, അയിര് ഇവിടെ ആഡ് ചെയ്യും, ഇവിടെ കൂടെ വെള്ളം കൊടുക്കും, പമ്പ് ചെയ്യും. അയിരിന് ഇവിടെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് താഴെ വന്ന് അടിഞ്ഞു. അങ്ങനെ നമുക്ക് അയിര് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഗാങ് ആണെങ്കിലോ സാന്ദ്രത കുറഞ്ഞുകൊണ്ട് മുകളിൽ തന്നെ കിടക്കും, അത് നമുക്ക് അങ്ങനെ കളയാനും പറ്റും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയയാണ് അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നേരെ തിരിച്ചാണല്ലേ, അയിര് സാന്ദ്രത കുറഞ്ഞതും ഗാങ് സാന്ദ്രത കൂടിയതുമാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ്, അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിലും കൂടിക്കലർന്ന
മിശ്രിതവുമായി കലർത്തി ശക്തിയായ വായുപ്രവാഹത്തിൽ ഇളക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പതയോടൊപ്പം അയിരിൻ്റെ കണങ്ങൾ പറ്റിപ്പിടിക്കുകയും പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിനെ നീക്കം ചെയ്തതിന് ശേഷം അയിരിനെ വേർതിരിച്ച് ഉണക്കിയെടുക്കുന്നു. പ്രധാനമായും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? അയിരിന് സാന്ദ്രത കുറഞ്ഞതും ഗാങ്ങിന് സാന്ദ്രത കൂടിയതുമായിട്ടുള്ള ധാതുക്കളെ അല്ലെങ്കിൽ അയിരിനെ പൊടിച്ചിട്ട് അതിൽ ജലവും പൈൻ ഓയിലും കൂടി മിക്സ് ചെയ്യും. എന്നിട്ട് അതിനെ ശക്തമായിട്ടുള്ള വായുപ്രവാഹത്തിൽ ഇളക്കും. അപ്പം എന്താ ഉണ്ടാവുക? പത ഫോം ചെയ്യല്ലേ? ആ ഫോം ചെയ്യുന്ന പതൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാവുക? അയിരിൻ്റെ കണങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വേർതിരിച്ചെടുക്കും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ പറ്റി പിടിച്ചിട്ടുള്ള അയിരിൻ്റെ കണങ്ങളെ വേർതിരിച്ചെടുത്തിട്ട് ഉണക്കിയെടുക്കും നീക്കം ചെയ്തതിനു ശേഷം. അപ്പോൾ പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗ്ഗം ഉപയോഗിച്ചിട്ട് സാന്ദ്രണം ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഹൈഡ്രോളിക് വാഷിങ്ങിൽ ഏതായിരുന്നു? ഓക്സൈഡ് അയിരുകൾ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലോ സൾഫൈഡ് അയിരുകൾ. മാർക്ക് ചെയ്തിട്ടോ? പ്ലവന പ്രക്രിയ സൾഫൈഡ് അയിരുകൾ. ഇനി അടുത്തത് കാന്തിക വേർതിരിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇവിടെ എന്താണ്? ഒരു കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗാങ്ങോ വേർതിരിക്കപ്പെടുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അയിരിനാവാം കാന്തിക സ്വഭാവമുള്ളത്, അല്ലെങ്കിൽ ഗാങ്ങിനാവാം കാന്തിക സ്വഭാവമുള്ളത്. ഇത്തരത്തിൽ ശുദ്ധമായ അയിര് ലഭ്യമാക്കുന്ന പ്രക്രിയയാണ് കാന്തിക വേർതിരിക്കൽ. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റൈറ്റിൽ അയിരിനാണ് മാഗ്നറ്റിക് സ്വഭാവമുള്ളത്, ഗാങ്ങിനില്ല. വേറെ എക്സാമ്പിൾ വന്നിരിക്കുന്നത് ടിൻസ്റ്റോൺ ആണ്. ടിൻസ്റ്റോണിൽ അയിര് മാഗ്നറ്റിക് സ്വഭാവം കാണിക്കൂല. അതിൽ ഗാങ്ങായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് ആണ് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അയിര് നമ്മൾ ആഡ് ചെയ്യും. ഇവിടെ ഒരു മാഗ്നറ്റിക് റോളർ ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് സ്വഭാവമുള്ള ഘടകം ഇവിടെ വന്ന് വീഴും. ഇപ്പോൾ മാഗ്നറ്റൈറ്റ് എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ പാർട്ട് ഇവിടെ വന്ന് വീഴും, അയൺ ഇല്ലാത്ത പാർട്ട് ഇവിടെയും വന്ന് വീഴും. അപ്പോൾ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇവിടെ അയർ ആഡ് ചെയ്യും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും, അല്ലാത്തത് നേരെ ഇവിടെ പതിക്കും. അപ്പം അത്രയാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉള്ളത്. ഇനി നാലാമത്തെ ഒരു മെത്തേഡാണ് ലീച്ചിങ്. അപ്പോൾ എന്താണ് ലീച്ചിങ് എന്ന് നോക്കാം. പൊടിച്ച അയിര് അനുയോജ്യമായ ഒരു ലായകവുമായി ചേർക്കുന്നു, ഒരു സോൾവെൻറ്റിൽ ആഡ് ചെയ്യും. അയിര് അതിൽ ലയിക്കുകയോ രാസപ്രവർത്തനത്തിന് വിധേയമാവുകയോ ചെയ്ത് ലായനിയായിട്ട് മാറും, ഒരു സൊല്യൂഷനായിട്ട് മാറും. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് അയിരാണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ലായകം. അപ്പോൾ അത് രണ്ടും റിയാക്ട് ചെയ്തിട്ടൊരു സൊല്യൂഷനായിട്ട് മാറും. പക്ഷേ ഗാങ് ഇതിൽ ലയിക്കൂല. അപ്പോൾ നമ്മൾ ഗാങ്ങിനെ രണ്ട് അരിച്ചു മാറ്റും. അപ്പോൾ ഈ പ്രക്രിയയാണ് ലീച്ചിങ്. ഒന്നുകൂടി പറയാം. പൊടിച്ച അയിര് അനുയോജ്യമായിട്ടുള്ള ഒരു ലായകമായി ചേർക്കുന്നു, അയിര് അതിൽ ലയിക്കുകയോ രാസപ്രവർത്തനത്തിന് വിധേയമാവുകയോ ചെയ്ത് ലായനിയായി മാറുന്നു. എന്നാൽ ഗാങ് അതിൽ ലയിക്കൂല. അപ്പോൾ ആ ലയിക്കാത്ത ഗാങ്ങിനെ എടുത്തിട്ട് നമ്മൾ അരിച്ചു മാറ്റും. ഈ പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അലുമിനിയം ബോക്സൈറ്റും. അലുമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുക. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. ഇനി പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി തുടങ്ങിയവ. ഈ ലോഹങ്ങളുടെ അയിരുകളെ സോഡിയം സയനൈഡിൻ്റെയോ പൊട്ടാസ്യം സയനൈഡിൻ്റെയോ നേർപ്പിച്ച ലായനിയുമായി വായുവിൻ്റെ സാന്നിധ്യത്തിൽ ലീച്ചിങ് നടത്തിയിട്ടാണ് ലോഹത്തെ വേർതിരിക്കുന്നത്. അപ്പോൾ ബോക്സൈറ്റിന് പുറമേ ഉള്ളൊരു രണ്ട് എക്സാമ്പിൾസാണ് സ്വർണം, വെള്ളി തുടങ്ങിയവയുടെ അയിരുകൾ. ഓർത്തിരിക്കുക. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും അലുമിനിയം, പിന്നെ അതിൻ്റെ വേറെ രണ്ട് എക്സാമ്പിളാണ് സ്വർണം, വെള്ളി തുടങ്ങിയവ. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ അത്രയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണത്തിലുള്ള 4 മെത്തേഡ്സ്. ഫസ്റ്റത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. രണ്ടാമത്തേത് പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ ആദ്യത്തേൽ ഹൈഡ്രോളിക് വാഷിങ്ങിൽ അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാവും. പൊതുവായിട്ട് ഓക്സൈഡ് അയിരുകളാണ് ഇതുവഴി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലോ
അയിരിന് സാന്ദ്രത കുറവും ഗാങ്ങിന് സാന്ദ്രത കൂടുതലും ആവും. ഇവിടെ കൂടുതലും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗം ഉപയോഗിച്ചിട്ട് സാന്ദ്രണം ചെയ്യുന്നത്. അടുത്തത് കാന്തിക വേർതിരിക്കലാണ്, മാഗ്നറ്റിക് സെപ്പറേഷനാണ്. അപ്പോൾ അതിൽ ഏതർ അയിരിനോ അല്ലെങ്കിൽ ഗാങ്ങിനോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഉദാഹരണം ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റും ടിൻസ്റ്റോണും. മാഗ്നറ്റൈറ്റിൽ അയറിനാണ് കാന്തിക സ്വഭാവം ഉള്ളത്, ഗാങ്ങിനില്ല. ടിൻസ്റ്റോണിൽ നേരെ തിരിച്ചാണ്, ഗാങ്ങിനാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്, അയറിനില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ ലീച്ചിങ് ആണെങ്കിലോ, ലീച്ചിങ് ഒരു ലായകമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലായകമായിട്ട് ചേർക്കും. അപ്പോൾ അയിര് അതിൽ ലയിക്കും, അല്ലെങ്കിൽ രാസപ്രവർത്തന വിധേയമായിട്ട് ഒരു ലായനായിട്ട് മാറും. ഗാങ് അതിൽ ലയിക്കൂല. അപ്പോൾ നമ്മൾ ഗാങ്ങിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റും. അപ്പോൾ അതാണ് ലീച്ചിങ്. അതിൻ്റെ എക്സാമ്പിളാണ് അലുമിനിയം, പിന്നെ സ്വർണം, വെള്ളി തുടങ്ങിയിട്ടുള്ളവ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ലോഹങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന ശേഷിയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലെങ്ങനെയാണ് ലോഹങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്? ഒന്നെങ്കിൽ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിലോ അല്ലെങ്കിൽ ക്രിയാശീലം കൂടി വരുന്ന ക്രമത്തിലോ ആണ്. അപ്പോൾ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് നോക്കാം. കണ്ടോ, റിയാക്ടിവിറ്റി താഴോട്ട് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഇവിടെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, ഉയർന്ന ക്രിയാശീലവും സ്ഥിരതയുള്ള സംയുക്തങ്ങളുമുള്ള ലോഹങ്ങൾ. ഇനി മോഡറേറ്റ് ആയിട്ടുള്ളത് സിങ്ക്, അയൺ, ടിന്ന്, ലെഡ്, താരതമ്യേന മിതമായ ക്രിയാശീലമുള്ള സ്ഥിരതയുള്ള സംയുക്തങ്ങളുള്ള ലോഹങ്ങൾ. ഇനി റിയാക്ടിവിറ്റി കുറവുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിൽവർ ഗോൾഡും പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ് സിൽവറും ഗോൾഡും നമ്മൾ നേരത്തെ സ്ലൈഡ്സിൽ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവർക്ക് ക്രിയാശീലം വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് ക്രിയാശീലവും സംയുക്തങ്ങളുടെ സ്ഥിരതയും വളരെ കുറഞ്ഞ, പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ്. ഏതൊക്കെയാണ്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇനി മെർക്കുറിയുടെ അയിരുകളെ നിയന്ത്രിതമായ രീതിയിൽ ചൂടാക്കി ഈ ലോഹത്തെ എളുപ്പത്തിൽ വേർതിരിക്കാം. താരതമ്യേന മിതമായ ക്രിയാശീലമുള്ള സിങ്ക്, അയണ്, ടിന്ന്, ലെഡ് തുടങ്ങിയ ലോഹങ്ങളുടെ അയിരുകൾ പൊതുവെ ഓക്സൈഡിൻ്റെയോ സൾഫൈഡിൻ്റെയോ കാർബണേറ്റിൻ്റെയോ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? കെലാമൈന്, സിങ്ക് ബ്ലെൻഡ്, ഹാമറ്റൈറ്റ്, ടിൻസ്റ്റോണ്, പിന്നെ ഗലേന. ഇനി അപ്പോൾ ഇവയിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്നതിന് 2 ഘട്ടങ്ങളുണ്ട്. ഏതാണ്? ഈ തന്നിട്ടുള്ള സംഭവങ്ങളില്ലേ, അവയിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്നതിന് 2 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടം എന്താ? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്നു. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്നു. അപ്പോൾ സാധാരണയായിട്ട് 2 മെത്തേഡ്സ് അല്ലെങ്കിൽ മാർഗങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യത്തെ മാർഗം എന്ന് പറയുമ്പോൾ കാൽസിനേഷൻ. കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ അടങ്ങിയിട്ടുള്ള ലോഹ സംയുക്തങ്ങളെ കാൽസിനേഷൻ എന്ന പ്രക്രിയ വഴിയാണ് ഓക്സൈഡുകളാക്കി മാറ്റുന്നത്. ഏതൊക്കെയാണ്? കാർബണേറ്റുകൾ, ഹൈഡ്രോക്സൈഡുകൾ. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ പരിമിതമായ അളവിലോ അസാന്നിധ്യത്തിലോ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ പരിമിതമായ അളവിലോ അസാന്നിധ്യത്തിലോ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ, ദ്രവണാങ്കം എന്ന് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ്, അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CaCO3 ഗിവ്സ് CaO + CO2. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ തരിക? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. ഇവിടെ കെലാമിൻ തന്നിട്ടുണ്ട്, സിങ്ക് കാർബണേറ്റ്, അത് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും എന്ന് തരും.
ഇനി റോസ്റ്റിംഗ്, രണ്ടാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ, മറ്റോടത്ത് വായുവിൻ്റെ അസാന്നിധ്യത്തിലോ പരിമിതമായ അളവിൽ വരുന്നത്, ഇവിടെ വായുവിൻ്റെ സാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിംഗ്. ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ് എന്നിവയെ വളരെ എളുപ്പത്തിൽ ഈ രീതി ഉപയോഗിച്ച് ഓക്സൈഡാക്കി മാറ്റാം. അപ്പോൾ ഇവിടെ സിങ്ക് സൾഫൈഡ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇവിടെയും ഏറെക്കുറെ സെയിം റിയാക്ഷൻ തന്നെയാണ് വരിക. ഇവിടെ ഗലേനാണ്, ലെഡ് സൾഫൈഡ് കൊടുത്തിട്ടുണ്ട്, 3O2 ആണ് വരിക. ഇവിടെ ലെഡ് ഓക്സൈഡ് വരും പ്ലസ് സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഇത് സിങ്കിന് പകരം ഇവിടെ ലെഡ് കൊടുത്താൽ ഇതിൻ്റെ എന്താണ് ആൻസർ കിട്ടും. ഇനി സാന്ദ്രീകരിച്ച അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. ഈർപ്പരഹിതവും ശുദ്ധവുമായ ഓക്സൈഡ് അയിരുകളായി ഇവ മാറുന്നു. അപ്പോൾ സാന്ദ്രീകരിച്ച അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലത്തെ വാട്ടർ കണ്ടൻ്റൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്ത ഒരു പ്യുവർ ഓക്സൈഡ് ഓർസായിട്ട് ഇവ കൺവേർട്ടായി മാറും. റോസ്റ്റിങ്ങിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ കാൽസിനേഷൻ്റെ അവസാനത്തിലും അയിരുകൾ എന്താക്കി മാറ്റി? ഓക്സൈഡ് അയിരുകളായിട്ട് മാറ്റി എന്ന് പറഞ്ഞു. ഇനി ഈ ഓക്സൈഡ് ആക്കിയ അയിരിൻ്റെ നിരോക്സീകരണം എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് അടുത്ത ഘട്ടം, രണ്ടാമത്തെ ഘട്ടം. നമ്മൾ നേരത്തെ 2 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ, അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. അയിരുകളുടെ ലോഹഭാഗം പോസിറ്റീവ് അയോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നിരോക്സീകരണ പ്രവർത്തനം വഴി ഇവയെ വേർതിരിച്ചെടുക്കാം. നിരോക്സീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സിങ്ക് ഓക്സൈഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓക്സിജനെ കളയുക, അതാണ് റിഡക്ഷൻ റിയാക്ഷൻ, നിരോക്സീകരണ പ്രവർത്തനം. അപ്പോൾ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് വേർതിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ തന്നിട്ടുള്ളത്. സിങ്ക് ഓക്സൈഡ് പ്ലസ് കാർബൺ ഗിവ്സ് സിങ്ക് പ്ലസ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇതാണ് ഒരു നിരോക്സീകരണ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ എക്സാമ്പിൾ. ഇനി ഇരുമ്പ്, സിങ്ക്, ടിന്ന് തുടങ്ങിയ മിതമായ ക്രിയാശീലമുള്ള ലോഹങ്ങളെ അവയുടെ ഓക്സൈഡ് അയിരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരികളായി കോക്ക്, കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് കോക്ക്, പിന്നെ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവയാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന താപനിലയിൽ ഓക്സിജനുമായി പ്രവർത്തിക്കാനുള്ള പ്രവണത കാർബണിന് വളരെ കൂടുതലായതിനാൽ അയിരിൽ നിന്ന് എളുപ്പത്തിൽ ഓക്സിജനെ വേർതിരിക്കുന്നു. ഉയർന്ന ക്രിയാശീലമുള്ള ലോഹങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം മുതലായവയെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ശക്തിയേറിയ നിരോക്സീകാരികൾ ആവശ്യമാണ്. വൈദ്യുത വിശ്ലേഷണം വഴിയാണ് ഇത്തരം ലോഹങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്ത് വഴിയാണ്? വൈദ്യുത വിശ്ലേഷണം വഴിയായിട്ടാണ് ഏതൊക്കെ ലോഹങ്ങൾ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയിട്ടുള്ള ക്രിയാശീലം കൂടുതലുള്ള ലോഹങ്ങളെ നിർമ്മിക്കുന്നത്. ഇവിടെ ചില ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ ക്രമം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അലൂമിനിയം ഗ്രേറ്റർ ദാൻ സിങ്ക് ഗ്രേറ്റർ ദാൻ അയൺ ഗ്രേറ്റർ ദാൻ ഗോൾഡ്. ഇനി ഏത് ലോഹത്തിൻ്റെ സംയുക്തത്തിനാണ് ഏറ്റവും സ്ഥിരതയുള്ളത്? ഏതിനാണ് സ്ഥിരത കൂടുതൽ? ക്രിയാശീലം കുറവുള്ള ക്രിയാശീലം കൂടുതലുള്ള ലോഹത്തിൻ്റെ സംയുക്തത്തിനാണ് സ്ഥിരത കൂടുതലുള്ളത്. അപ്പോൾ ഇതിലേതാ വരുന്നത്? അലൂമിനിയം അല്ലേ? ഇതിൽ അലൂമിനിയത്തിൻ്റെ സംയുക്തത്തിനാണ് കൂടുതൽ സ്ഥിരത ഉള്ളത്. വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന ലോഹം ഏതാണ്? അതും ക്രിയാശീലം കൂടുതലുള്ള ലോഹമാണ്. ഇവിടെ ഏതാണ്? അലൂമിനിയം. സിങ്കിൻ്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുന്ന ലോഹം ഏത്? എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരിക? അലൂമിനിയം ആണ് അതിൻ്റെ ആൻസർ വരിക. കാരണം എന്താ? അലൂമിനിയം സിങ്കിനെക്കാട്ടും റിയാക്റ്റീവായിട്ടുള്ള മെറ്റലാണ്, അതായത് ക്രിയാശീലത കൂടിയ മെറ്റലാണ് അലൂമിനിയം സിങ്കിനേക്കാളും. അതുകൊണ്ട് തന്നെ അലൂമിനിയത്തിന് മാത്രമേ ഇത് തന്നിട്ടുള്ളതിൽ സിങ്കിൻ്റെ സംയുക്തത്തിൽ നിന്ന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയുള്ളൂ, അതായത് റീപ്ലേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു മെറ്റൽ സംയുക്തത്തിൽ നിന്ന് ആ മെറ്റലിനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടുതലുള്ള ഒരു മെറ്റലിന് മാത്രമേ അതിനെ ആദേശം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കുക ഓപ്ഷൻസിൽ ഏതിനാണ് ആ തന്നിട്ടുള്ള സംയുക്തത്തിൽ മെറ്റലിനെക്കാട്ടും റിയാക്ടിവിറ്റി കൂടുതലുള്ളത് നോക്കുക, എന്നിട്ട് ആ ഓപ്ഷൻ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൻ്റെ കറക്റ്റ് ക്രമം നമ്മൾ പഠിച്ചു വെക്കണം. എന്നാലേ
ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യം. ഏതാണ്? ഗോൾഡ് അല്ലേ, ഓറം. ഇതിലും അതന്നെ, ഗോൾഡാണ് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരിക. കാർബൺ ഉപയോഗിച്ച് നിരോക്സീകരിച്ച് നിർമ്മിക്കുന്ന ലോഹം ഏത്? നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ. ഏതാണ്? സിങ്ക് അല്ലേ. ഇവിടെ കാർബൺ ഉപയോഗിച്ചിട്ട് സിങ്കിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സിങ്കാണ് ആൻസർ വരിക. ഇനി മെറ്റലർജിയിലെ തേർഡ് സ്റ്റേജ് കേട്ടോ, ലാസ്റ്റ് സ്റ്റേജ്. മെറ്റലർജിയിലെ തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഏതാണ്? ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹത്തോടൊപ്പം മറ്റ് മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളോ അപദ്രവ്യങ്ങളായിട്ട് ഉണ്ടാകാൻ ഇടയുണ്ട്. ഇവ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് വിവിധ രീതികൾ ഇതിനായി സ്വീകരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് രീതികൾ? ഒന്ന് ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ലിക്വേഷൻ, പിന്നെ സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ, പിന്നെ ഏതാ വൈദ്യുത വിശ്ലേഷണം ശുദ്ധീകരണം, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അങ്ങനെ 3 ഇവിടെ കൊടുത്തിട്ടുള്ളത് CRTയിൽ. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ലിക്വേഷൻ. ദ്രവണാങ്കം അതായത് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റുള്ള അപദ്രവ്യങ്ങൾ കലർന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് അശുദ്ധ ലോഹത്തെ ചൂടാക്കുന്നു. അപ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകുകയും ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മെൽറ്റിംഗ് പോയിന്റ് കുറവേതനാണ്? ലോഹത്തിനാണല്ലോ. അപ്പോൾ ലോഹം പെട്ടെന്ന് ഉരുകിയിട്ട് വേർതിരിഞ്ഞ് താഴോട്ട് വരും. അപ്പോൾ അത് നമ്മൾ ശേഖരിച്ച് വെക്കുക. ഇതാണ് ഉരുക്കി വേർതിരിക്കൽ. ടിന്ന്, ലെഡ് തുടങ്ങിയ താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റുള്ള ലോഹങ്ങൾ ഈ രീതിയിൽ ശുദ്ധീകരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഉരുക്കി വേർതിരിക്കൽ എന്താ? മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞിട്ടുള്ള ലോഹത്തോടൊപ്പം അതിനേക്കാൾ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ആദ്യം ഫർണസിൻ്റെ ഒരു ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിട്ട് ഈ അശുദ്ധ ലോഹത്തെ ചൂടാക്കുക. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ശുദ്ധലോഹം വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് ഒഴുകുകയും അവിടുന്ന് ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? ടിന്നും ലെഡും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. ഇതിലോ താരതമ്യേന തിളനില. ലിക്വേഷനിൽ എന്തായിരുന്നു? ദ്രവണാങ്കമായിരുന്നു അല്ലേ, മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു. ഡിസ്റ്റിലേഷനിൽ തിളനിലയാണ്, ബോയിലിംഗ് പോയിന്റ് ആണ് ഫാക്ടറായിട്ട് പറയുന്നത്. താരതമ്യേന തിളനില കുറഞ്ഞ ലോഹങ്ങളെ ശുദ്ധീകരിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം പ്രയോജനപ്പെടുത്തുന്നത്. അപദ്രവ്യം അടങ്ങിയ ലോഹത്തെ അനുയോജ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പം ഘനീഭവിക്കുമ്പോൾ ശുദ്ധമായ ലോഹം ലഭിക്കുന്നു. അപ്പോൾ ലോഹങ്ങളുടെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ പെട്ടെന്ന് ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ബാഷ്പം കണ്ടൻസ് ചെയ്യുമ്പോൾ ശുദ്ധലോഹം നമുക്ക് കിട്ടുന്നു. ഇനി ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? സിങ്കും കാഡ്മിയവും മെർക്കുറിയും തുടങ്ങിയ ലോഹങ്ങൾ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ഈ മാർഗ്ഗം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ അശുദ്ധ ലോഹം ആനോഡായും ശുദ്ധലോഹത്തിൻ്റെ കനം കുറഞ്ഞ കഷ്ണം കാഥോഡായും ഉപയോഗിക്കുന്നു. ഇതേ ലോഹത്തിൻ്റെ തന്നെ അനുയോജ്യമായ ലവണ ലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു. വൈദ്യുതി കടത്തിവിടുമ്പോൾ ആനോഡിൽ നിന്ന് ശുദ്ധലോഹം മാത്രം വേർതിരിഞ്ഞ് കാഥോഡിൽ നിക്ഷേപിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആനോഡ് പിന്നെ കാഥോഡ്, അങ്ങനെ 2 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എം എന്ന് പറയുന്നത് മെറ്റലാണ്, എൻ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. കോപ്പർ, സിങ്ക് എന്നിവയെ ഈ രീതിയിൽ ശുദ്ധീകരിക്കാൻ പറ്റും. കോപ്പറും സിങ്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റിയാക്ഷൻ കാണാം. കണ്ടോ? ആനോഡിൽ നിന്ന് മെറ്റൽ അയോൺസ് വേർതിരിഞ്ഞിട്ട് കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ആണ് കാണാം നമുക്ക്. കണ്ടോ? നമുക്കിനി മെറ്റലർജിയുടെ സ്റ്റെപ്സ്, ഘട്ടങ്ങളൊന്ന് ക്വിക്ക് റിവിഷൻ പോലെ നോക്കാം. എത്ര ഘട്ടങ്ങളുണ്ട് മെറ്റലർജിയിൽ? 3 ഘട്ടങ്ങളാണ്. ഏതൊക്കെയാണ്?
അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, പിന്നെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, പിന്നെ ലാസ്റ്റത്തെ ഘട്ടം ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇനി അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ എത്ര മെത്തേഡ്സ് ഉണ്ട്? 4 മെത്തേഡ്സ്. ആദ്യത്തത് ലിവൈഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അതിൽ അയിരിന് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഓക്സൈഡ് അയിരുകളെയാണ് പൊതുവായിട്ട് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്തെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അതിൽ അയിര് സാന്ദ്രത കുറഞ്ഞതും ഗാങ് സാന്ദ്രത കൂടിയതുമാണ്. പിന്നെ സൾഫൈഡ് ഓർസാണ് പ്രധാനമായിട്ടും ഈ മാർഗ്ഗം ഉപയോഗിച്ചിട്ട് സാന്ദ്രണം ചെയ്യുന്നത്. പിന്നെ കാന്തിക വേർതിരിക്കൽ, മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്താണ്, അയിരോ ഗാങ്ങോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. പിന്നെ ലീച്ചിങ്, ഇതിൽ എന്താണ്, പൊടിച്ച അയിര ഒരു ലായകമായിട്ട് ചേർക്കുന്നു. അയിര അതിൽ ലയിക്കുകയോ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന് വിധേയമാകുകയോ ചെയ്ത് ലായനായിട്ട് മാറുന്നു. ഗാങ് അതിൽ ലയിക്കൂല, അങ്ങനെ അരിച്ചു മാറ്റുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഇത് റിയാക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതിൽ 2 ഘട്ടമുണ്ട്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുന്നു. അതിൽ 2 മെത്തഡാണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഇനി ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസിൽ എത്ര മെത്തേഡ്സ് ഉണ്ട്? 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ, പിന്നെ സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ, പിന്നെ ഏതാണ്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അപ്പോൾ ഇത്രയൊക്കെയാണ് SCRTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? അപ്പോൾ സിങ്കിൻ്റെ ഏതാണ്? മീൻകലം സിങ്കിലിട്ടു. ഏതാണ്? കലാമിൻ അല്ലേ? സിങ്ക് കലാമിൻ. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരു 3-4 ക്വസ്റ്റ്യന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യന്. അത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 6-7 പേപ്പറിൽ ഞാൻ കണ്ടു സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മൊത്തം ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു 3-4 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണ്? ഉത്പാദനമാണ് ഇല്ലാത്തത്. ബാക്കി 3 ഉണ്ട്, ലീച്ചിങ്, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ഇത് 3 ഉണ്ട്. ഇനി താഴെ പറയുന്നവയിൽ ഏത് അയിരിനെയാണ് ശക്തമായി ചൂടാക്കി വേർതിരിക്കാവുന്നത്? ഓപ്ഷൻ സി സിന്നബാർ ആണ്. മെർക്കുറിൻ്റെ ഓവറായിട്ടുള്ള സിന്നബാറാണ്. അതേതാണ് മെത്തേഡ്? ഏതാ? റോസ്റ്റിംഗ് ആണ് കേട്ടോ. റോസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിളാണ് സിന്നബാർ. ഇനി അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? അലൂമിനിയം നമ്മളെന്താ കോഡ് പറഞ്ഞത്? ബക്കറ്റ് അല്ലെങ്കിൽ ബോക്സ് അല്ലേ? ബോക്സൈറ്റ്. അലൂമിനിയം ബക്കറ്റ് അല്ലെങ്കിൽ അലൂമിനിയം ബോക്സ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി ബോക്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് സിങ്ക്. അടുത്തതും സെയിം ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ഇനി ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഏതാണ് ശരിയായിട്ട് വരിക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലിന് മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലോഹ സംയുക്തത്തിൽ നിന്ന് ആ ലോഹത്തിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നീക്കം ചെയ്യണമെങ്കിൽ ആ ലോഹത്തിനെക്കാട്ടിയും റിയാക്റ്റീവായിട്ടുള്ളൊരു ലോഹം വേണം. അപ്പോൾ റിയാക്ടിവിറ്റി അതിൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ കോപ്പറിനെക്കാട്ടിയും റിയാക്റ്റീവാണ് ഇരുമ്പ്. ബാക്കിയുള്ളതിലൊക്കെ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. മെഗ്നീഷ്യത്തിനെക്കാട്ടിയും റിയാക്റ്റീവ് അല്ല സിങ്ക്. ഏറ്റവും കൂടുതൽ വരുന്നത് മെഗ്നീഷ്യമാണ്, പിന്നെ സിങ്ക്, പിന്നെ അയൺ, പിന്നെ ലെഡ്, പിന്നെ കോപ്പർ, പിന്നെ മെർക്കുറി. ഈ ഒരു തന്നിരിക്കുന്ന എലമെൻറ്റ്സ് മെറ്റൽസിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് റിയാക്ടിവിറ്റിൻ്റെ ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിൽ ശരി ഉത്തരം വരുന്നത് എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. ഇവിടെ കോപ്പറിനെക്കാട്ടും റിയാക്റ്റീവാണ് അയൺ, അതുകൊണ്ടാണ് ആൻസർ വരുന്നത്. ഇനി ഇക്വേഷൻ എന്താണ്? Fe പ്ലസ് കോപ്പർ സൾഫേറ്റ് ഈക്വൽ ടു അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ. അടുത്ത ചോദ്യം, സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ സിന്നബാറിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഏതാണ് ഇതിൻ്റെ ആൻസർ വരിക? റോസ്റ്റിംഗ് ആണ് കേട്ടോ. വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്.
അടുത്ത ചോദ്യം അഗെയിൻ റിപ്പീറ്റഡ്, സിങ്കിൻ്റെ അരിയത് കലാമീൻ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. അപ്പോൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചു വെക്കുക. എങ്ങാനും വന്നാലോ 4 ഘട്ടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 10th പ്രിലിംസ് 4 സ്റ്റേജ് ആയിട്ടില്ല നടക്കുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തായാലും ചോദിക്കാണ്ടിരിക്കില്ല ഈ ക്വസ്റ്റ്യൻ. എന്തായാലും പഠിച്ചു വെക്കുക. അടുത്തത്, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എല്ലാ ധാതുക്കളും അയിരാണ്. ശരിയാണോ? ശരിയല്ല. എല്ലാ ധാതുക്കളും അയിരല്ല. അയിരിന് അതിൻ്റേതായ ഗുണങ്ങൾ വേണം, എന്നാലേ അയിരാവുള്ളൂ. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. ശരിയാണ്. നമ്മളൊരു 4 ഗുണങ്ങൾ പഠിച്ചല്ലേ, അതിലൊന്നാണത്. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. അതും ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? 2ഉം 3ഉം മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എല്ലാ ധാതുക്കളും അയിരാണ്. അത് തെറ്റാണെന്നല്ല നമ്മൾ പറഞ്ഞേ. എല്ലാ അയിരുകളും ധാതുക്കളാണോ? ആണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരല്ല. ഒരു ധാതു ഒരു അയിരായിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 4 ഗുണങ്ങൾ വേണം. എന്താണ്? സുലഭമായിരിക്കണം, അബണ്ടൻ്റ് ആയിരിക്കണം അയിര്, പിന്നെ ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടാവണം, ചിലവ് കുറഞ്ഞ രീതിയിലാവണം, പിന്നെ എളുപ്പത്തിൽ എന്താണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊക്കെയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ തെറ്റെന്നാണ് ചോദിക്കുന്നത്. എല്ലാ ധാതുക്കളും അയിരാണോ? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ എല്ലാ ധാതുക്കളും അയിരല്ല. എന്നാൽ എല്ലാ അയിരും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല, അത് തെറ്റല്ലേ? അയിരും ധാതുവും തമ്മിൽ ബന്ധമുണ്ട്, കാരണം എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പോൾ ഇതിലേതാണ്? 2 മാത്രം ശരിയാണ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഇത് വീണ്ടും വന്നു റിപ്പീറ്റഡ്, സിങ്ക്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിന് അതിൻ്റെ അപദ്രവ്യമായ SnO2 നിന്നും വേർതിരിക്കാൻ ഏതു മാർഗം ഉപയോഗിക്കാം? ഇതാണ് കാന്തിക വിഭജനം അല്ലേ, മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റൈറ്റ് എന്താണ്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൊരു അയിരാണ്. ഇനി കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഏതാണ്? ഇൽമനേറ്റ് ആണ്. അപ്പോൾ ഇൽമിനേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറലാണ്. അത് വ്യാവസായികമായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇൽമിനേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്, ഇൽമിനേറ്റ് എന്തിനാണ് യൂസ് ചെയ്യണത് എന്നുള്ളത്. ഇനി ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഏതിനാണ്? ഇനി ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമിനേറ്റ്. നമ്മളിപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളൂ ഏതാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ്, TiO2. അതാണ് ആൻസർ. ഇനി ഇന്ത്യ മുൻനിര ഉൽപ്പാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ഏത്? മാംഗനീസ് ആണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ മാംഗനീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഫ്രണ്ട്സിനും പിന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാപ്പി ടെസ്റ്റ്.